പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ചപ്പെടുമാറാകട്ടെ. അനുഗ്രഹീത നല്ല പ്രഭാതത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി കരേറ്റാം. ഈ പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ ആർത്തിയോടെ കടന്നു വന്ന് ദൈവശബ്ദം കേൾക്കുവാൻ ദൈവജനത്തിന് മുൻപാകെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തയേശുവിൽ സ്നേഹവന്ദനങ്ങൾ. തിരുവചന ചിന്തയ്ക്കായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് വായിക്കാം. 46-ാം സങ്കീർത്തനം, അതിൻ്റെ 10-ാമത്തെ വാക്യം. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്നറിഞ്ഞുകൊള്ളുവീൻ. ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. 46-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. 10-ാം വാക്യത്തിൽ കൈവിടപ്പെട്ടു എന്ന് തോന്നുന്ന ഒരു നിശബ്ദതയെ കുറിച്ചാണ് സങ്കീർത്തനക്കാരൻ അവിടെ നമ്മെ ഓർപ്പിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിരാശയും ദുഃഖവും നമ്മെ നിരന്തരം അലട്ടിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു ലോകത്തില കാലഘട്ടത്തിലാണ് നമ്മൾ പാർക്കുന്നത്. ആഴമായ ഒരു കുഴിയിൽ അകപ്പെട്ടിട്ട് പിടിച്ചു കയറുവാൻ കഴിയാതെ വിഷമിച്ചു പോകുന്ന ഒരു അനുഭവം. എന്നാൽ നമ്മുടെ സങ്കേതമായിരിക്കുന്ന ദൈവത്തിന് കടന്നു വരാൻ കഴിയാത്ത ഒരു കുഴിയുമില്ല. നിരാശയുള്ള അനുഭവങ്ങളുടെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന നമ്മുടെ സങ്കേതമായ ദൈവത്തെ കാണുന്നതാണ് വിജയ രഹസ്യം എന്ന് പറയുന്നത്. നാവെടുത്തു സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ കിടന്ന ആരോരുമില്ലാത്ത ഒരു അശരണനെ ശുശ്രൂഷിച്ച ആശ്വാസവും ബലവും ലഭ്യമായപ്പോൾ അയാളെ ശുശ്രൂഷിച്ച മദർ തെരേസയ്ക്ക് ആ മനുഷ്യനിൽ നിന്ന് ലഭിച്ചത് കഠിനമേറിയ വാക്കുകളാണ്, വിമർശനത്തിന്റെ മൊഴികളായിരുന്നു. അപ്പം ആ അമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചു, യേശുവേ, അവിടുന്ന് ആ വ്യക്തിയുടെ പിന്നിൽ മറഞ്ഞു നിൽക്കുന്നത് കാണുവാൻ എന്റെ കണ്ണ് തുറക്കണമേ എന്നായിരുന്നു. ഇപ്പൊ ഏത് പ്രതികൂല സാഹചര്യത്തിലായാലും അവിടെ നിന്ന് നമ്മെ ഉയർത്തുവാൻ, നമുക്ക് ഉന്നതമാർന്നത് ചിന്തിക്കുവാൻ, അതിന്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന കർത്താവിനെ കാണുവാൻ കഴിയേണ്ടതാണ്. ഒരു തച്ചൻ ആണിയും ചുറ്റുകയും ഉപയോഗിച്ച് ഉപകരണങ്ങൾ പണിതെടുക്കുന്നത് ഒന്ന് സങ്കല്പിച്ചേ. പ്രഹരമേൽക്കുന്ന ആണി നല്ല തച്ചന്റെ കയ്യിലാണിരിക്കുന്നതെന്ന് ഒരുപക്ഷെ തിരിച്ചറിയുകയില്ല. നല്ല തച്ചൻ അവയെ തക്ക സ്ഥാനത്ത് ഉപയോഗിച്ച് തന്റെ വേല പൂർത്തിയാക്കുമ്പം ആണി തനിക്കുണ്ടാകുന്ന നിരാശയും വേദനയും എല്ലാം മറന്നുപോകും. പണിയാനുള്ളവയെ ഉലയിലിട്ട് പഴിപ്പിച്ച് അടിച്ചു തല്ലുമ്പോഴും മൂശയിലിട്ട് വാർക്കുമ്പോഴും കീടങ്ങൾ നീക്കേണ്ടതിന് ഒരുക്കുമ്പോഴും തന്റെ മാറ്റും പ്രയോജനവും വർദ്ധിപ്പിക്കേണ്ടതിനുള്ള പദ്ധതികളാണെന്ന് നാം കടന്നു പോകുന്ന അനുഭവങ്ങളിൽ കരുതാവുന്നതാണ്. നമ്മളെ ക്ഷീണിപ്പിക്കുന്ന ഒരു ലോകത്തിലാ നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ നമ്മുടെ ദൈവം ക്ഷീണിക്കുന്നില്ല. ഇവിടെ സങ്കീർത്തനക്കാരനിലൂടെ പറയുക, മിണ്ടാതിരുന്ന് ദൈവമെന്നറിഞ്ഞോണം. ഈ സംഗീതമൊക്കെ ആലപിക്കുമ്പം അടുത്ത വരിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ചില നിമിഷങ്ങൾ നിശബ്ദതയുണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള നിശബ്ദത പലപ്പോഴും പാട്ടുപാടുന്നയാളും സംഗീതോപകരണം വായിക്കുന്നയാളും ഒത്തൊരുമിച്ചാണ് കൊണ്ടുപോകുന്നത്. സംഗീതമെല്ലാം നിന്നുപോയെന്നല്ല അതിൻ്റെ അർത്ഥം. സംഗീതത്തിന്റെ മധുരിമ വർദ്ധിക്കുന്നത് ഇങ്ങനെ ഇടവേളകളിൽ ഇടവിട്ട് അനുഭവിക്കാറുള്ള നിശബ്ദതകളാണ്. ഇതുവരെ കേട്ട സംഗീതത്തെയും ഇനിയും കേൾക്കാൻ പോകുന്ന സംഗീതത്തെയും കൂടുതൽ മധുരവും മാറ്റവും ഉള്ളതാക്കി തീർക്കുന്ന ഒരനുഭവം. ഒരു കാര്യം നിശ്ചയമാണ്, ശബ്ദരഹിതമായ കൈവിടപ്പെട്ട അനുഭവങ്ങളിൽ നമ്മെ മാർവോട് ചേർത്തണയ്ക്കുന്ന ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം. നമ്മളിൽ പലരും രൂക്ഷമായ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ച് കാത്തിരിക്കുമ്പോഴും നീണ്ട ഇടവേള അനുഭവിച്ച ശേഷം പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നതിനെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടതില്ല. യേശുവിന്റെ ജീവിതത്തിൽ 30 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് 3.5 വർഷത്തെ സംഗീതത്തിന്റെ അനുഭവം. ദൈവത്തിന്റെ വീക്ഷണത്തിൽ കാര്യങ്ങളെ ആകമാനം ദർശിക്കാൻ യോബിന് കഴിഞ്ഞതുകൊണ്ട് സ്വർഗം പോലും തന്നെ മറന്നു കളഞ്ഞോ എന്ന് തോന്നിക്കുന്ന നിശബ്ദത ആ വേളകളിൽ പോലും നിലനിൽക്കുവാൻ യോബിന് കഴിഞ്ഞു. ദൈവത്തിന്റെ പരമാധികാരത്തെ യോബ് സമ്മതിച്ചതിനാൽ താൻ നിശബ്ദതയ്ക്ക് ശേഷമുള്ള സംഗീതത്തിനായി ദൈവത്തെ മുറുകെ പിടിച്ചു. എനിക്കറിഞ്ഞുകൂടാതെ വണ്ണം
അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി എന്ന് സമ്മതിച്ചു കൊടുത്തു. ന്യായം വിധിക്കുന്നത് ദൈവമാണല്ലോ. എന്നതുകൊണ്ട് ദൈവത്തിന് തന്നെക്കുറിച്ചുള്ള അഭിപ്രായം മെച്ചമാക്കാനാണ് ശ്രമിച്ചത്. നമ്മുടെ സ്വഭാവം മെച്ചപ്പെടുത്തുവാൻ ദൈവം എപ്പോഴും അവസരങ്ങൾ തന്നുകൊണ്ടിരിക്കുക. തൻ്റെ ദിവ്യ സ്വഭാവം തന്നെയാണ് നമ്മിൽ വരുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. വീണ്ടും ജനന പ്രക്രിയയിലൂടെ പാപമോചനവും വീണ്ടെടുപ്പും നൽകുന്നതിന് ഒരു നിമിഷം മതി. എന്നാൽ തൻ്റെ ദിവ്യ സ്വഭാവം നൽകാൻ കൂടുതൽ സമയം വേണ്ടി വരുന്നു. വിവിധ ശോധനകളിൽ കൂടെ നമ്മെ കടത്തിവിടുന്നതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ സ്വഭാവം ദൈവത്തിൻ്റെ സ്വഭാവത്തോട് അനുരൂപമാകുന്നത്. രഹസ്യ അറകളിൽ നമ്മുടെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടും. കൈവിടപ്പെട്ടു എന്ന് തോന്നുന്ന അനുഭവങ്ങളെ സ്വഭാവ ഗുണമേന്മ കൈവരുന്നതിനായി ഉപയോഗിക്കത്തക്ക രീതിയിൽ ഈ പ്രഭാതത്തിൽ കർത്താവിനോട് പറയാം, കൈവിടപ്പെട്ടു എന്ന് തോന്നുന്ന നിശബ്ദത എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടി സ്വർഗം എന്നെ പണിതെടുത്ത് ആ ദിവ്യ സ്വഭാവത്തിൽ എന്നെ ആക്കി തീർക്കുവാൻ, തൻ്റെ ദിവ്യ സ്വഭാവം തന്നെയാണ് നമ്മിൽ വരുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കൃപ തരണമേ കർത്താവേ. നമ്മളെ ബലപ്പെടുത്തുന്നതുകൊണ്ട് കർത്താവിൻ്റെ ബലം ക്ഷയിക്കുന്നില്ല. നമ്മെ ഉരുവാക്കിയവനും നിർമ്മിച്ചവനുമാണ് നമ്മുടെ സങ്കേതവും ബലവുമായിട്ടുള്ളത്. നാം ആയിരിക്കുന്ന ഇടങ്ങളിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ സഹായിക്കുവാൻ സന്നദ്ധനായ ദൈവത്തിൻ്റെ കരം ഈ പ്രഭാതത്തിൽ നമുക്ക് ദർശിക്കാം. നമ്മെ സഹായിക്കുവാനായി ദൈവം തൻ്റെ കരം നീട്ടുമ്പോൾ നമ്മുടെ തന്നിഷ്ടങ്ങൾ, നമ്മുടെ സ്വയാശ്രയങ്ങൾ ദൈവത്തിൻ്റെ കരത്തെ തട്ടിമാറ്റുവാനിടയാകരുത്. ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആ കരങ്ങളിലേക്ക് ഞാൻ താണിരിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാൻ എന്നെ ഒരുക്കിയെടുക്കണമേ. അതിനായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. പ്രാർത്ഥനകൾക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.